ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഗേറ്റിന്റെ ട്രിപ്പിൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലുള്ള പവർ ഇലക്ട്രോണിക്സിന്റെ MCQ 9th സെറ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകാം. സോ ഫസ്റ്റ് വൺ, ഇൻ സൈനസോയിഡൽ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഒരു SPWM ൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് എന്നാണ്. The width of each pulse is different. The width of all pulse is same. The width of each pulse is varied in proportional to the amplitude of sine wave evaluated at the center of the same pulse. The width of each pulse is varied in proportion to the amplitude of sine wave evaluated at the start of the same pulse എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ അല്ലെ. ഓരോ പൾസും വേരി ആ ഒരു പൾസിന്റെ വിഡ്ത്തും വേരി ആകുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ്? ആ ഒരു സൈൻ വേവിന്റെ ആംപ്ലിറ്റ്യൂഡിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അത് ആ ഒരു സെയിം പൾസിന്റെ സെന്ററിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെ. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, സൈനസോയിഡൽ ഇൻപുട്ട് ഇതാണ് നമുക്ക് വരുന്ന ഒരു സൈനസോയിഡൽ SPWM പൾസിന്റെ ആ ഒരു വേവ് എന്ന് പറയുന്നത്. അപ്പൊ സെന്റർ ഓഫ് ദ സൈനസോയിഡൽ ബൾബിലേക്ക് നമ്മൾ അത് മാക്സിമം ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പൊ ഇൻ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ the width of each pulse is varied in accordance proportional to the amplitude of sine wave evaluated at the center of the same pulse. ആ ഒരു സെയിം പൾസിന്റെ സെന്ററിൽ വെച്ചിട്ടാണ് നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ടെക്നിക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ജനറേറ്റ് വേരിയബിൾ വിഡ്ത്ത് സിഗ്നൽ ജനറലി ബേസ്ഡ് ഓൺ ദി മോഡുലേറ്റർ സിഗ്നൽ. ആ ഒരു മോഡുലേറ്റർ സിഗ്നലിനെ ബേസ് ചെയ്തിട്ട് വേരിയബിൾ ആയി വിഡ്ത്ത് ഉള്ള കുറെ സിഗ്നലുകൾ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് എന്തിനൊക്കെ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോൾഡ് പവർ ഡെലിവറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതൊരു ടെക്നിക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ടു റെഡ്യൂസ് ആവറേജ് പവർ ഡെലിവേർഡ് ബൈ ദ സിഗ്നൽ. ഒരു സിഗ്നൽ ഡെലിവർ ചെയ്യുന്ന ആവറേജ് പവർ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണ്? ബൈ ഒരു ഡിസ്ക്രീറ്റ് പാർട്സ് ആയിട്ട് നമ്മൾ ആ ഒരു സിഗ്നലിനെ ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ കണ്ടോ, ഈ ഒരു സൈൻ വേവിനെ നമ്മൾ കുറേ ചെറിയ ചെറിയ പൾസുകളായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ. ഇതാണ് ഒരു സൈനസോയിഡൽ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. എ DC-DC buck converter operated in continuous conduction mode. It has 48 voltage input voltage and it feeds resistive load of 24 ohm. ഓക്കെ, അപ്പൊ ഒരു DC to DC buck converter ആണ്. ബക്ക് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 48 ആണ്. റെസിസ്റ്റീവ് ലോഡ് ആണ് നമുക്ക് എഴുതിയിരിക്കുന്നത് 24 ohm ആണ്. ഓക്കെ, സ്വിച്ചിങ് ഫ്രീക്വൻസി നമുക്ക് തന്നിരിക്കുന്നത് 250 Hz ആണ് തന്നിരിക്കുന്നത്. ഇപ്പൊ സ്വിച്ച് ഓൺ ഡ്യൂറേഷൻ 1 millisecond ആണെങ്കിൽ അവിടെ വരുന്ന ലോഡ് പവർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് നമുക്ക് 7, 12, 24, 48 ആണ്. ഓപ്ഷൻ സി 24 ohms ആണ്, സോറി 24 watt ആണ് റൈറ്റ് ആൻസർ. പവർ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സോ 24 watt ആണ്. എങ്ങനെയാണ് കാൽക്കുലേഷൻ നോക്കാം. അപ്പൊ ഒരു സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ V0 is equal to എന്താണ്? T on by T into VI അല്ലെ. അപ്പൊ D അതുപോലെ തന്നെ ഡ്യൂട്ടി സൈക്കിൾ D is equal to T on by T ആണ്. ലോഡ് പവർ P0 is equal to V0 I0. ഇത്ര ഇക്വേഷൻസ് ആണ് നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. D എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്യൂട്ടി റേഷ്യോ. V0 is the average output voltage അല്ലെങ്കിൽ DC ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. VI എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ്. T on ടൈം ഓൺ പീരീഡ് ആണ്. ടോട്ടൽ ടൈം ആണ് ക്യാപിറ്റൽ T എന്ന് പറയുന്നത്. I0 എന്ന് പറയുന്നത് ഔട്ട്പുട്ട് കറന്റ് ആണ്. ഇനി കാൽക്കുലേഷൻ നോക്കൂ. നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് VS തന്നിരിക്കുന്നത് 48 ആണ്. റെസിസ്റ്റീവ് ലോഡ് R എന്ന് പറയുന്നത് 24 ohm ആണ്. സ്വിച്ചിങ് ഫ്രീക്വൻസി F എന്ന് പറയുന്നത് 250 Hz. സോ ടൈം പീരീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. T is equal to 1/f ആണ്. സോ 1/250 that is equal to 4 milliseconds കിട്ടിയിട്ടുണ്ട്. അപ്പൊ സ്വിച്ച് ഓൺ ടൈം 1 millisecond ആണെങ്കിൽ നമുക്ക് ഡ്യൂട്ടി റേഷ്യോ കണ്ടുപിടിച്ചൂടെ? ഓൺ ടൈം ബൈ ടോട്ടൽ ടൈം പീരീഡ് ആണ്. സോ 1/4 വരും. സോ ഡെൽ അല്ലെങ്കിൽ ഡ്യൂട്ടി റേഷ്യോ D is equal to 1/4 that is equal to 0.25 ആണ് വരുന്നത്. അപ്പൊ ബക്ക് കൺവേർട്ടറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് RMS V0 RMS is equal to square root of del VS ആണ്. സോ square root of 0.25 into 48 is equal to 24 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, so we have to calculate the load power. Load power calculate ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? V0 RMS square divided by R ആണ്. അപ്പൊ V0 RMS നമുക്ക് കിട്ടിയിരിക്കുന്നത് 24 ആണ്. സോ 24 square by 24. അപ്പൊ ഈ ഒരു സ്ക്വയറും ഈ ഒരു 24ന്റെ വാല്യൂ ക്യാൻസൽ ചെയ്താൽ നമുക്ക് വരുന്നത് 24 watt ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ സ്റ്റെപ്പ് അപ്പ് ചോപ്പർ is fed with 200 volt. The conduction time of the thyristor is 200 microseconds and the required output is 600 voltage. If the frequency of operation is kept constant and pulse width is half, what will be the new output voltage? Okay, അപ്പോൾ ഒരു സ്റ്റെപ്പ് അപ്പ് ചോപ്പർ നമുക്കൊരു 200 വോൾട്ടേജ് ആണ് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. കണ്ടക്ഷൻ ടൈം എന്ന് പറയുന്നത് തൈറിസ്റ്റിന്റെ കണ്ടക്ഷൻ ടൈം എന്ന് പറയുന്നത് 200 microseconds ആണ്. റിക്വയർഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 600 വോൾട്ടേജും ആണ്. നമ്മൾ സ്വിച്ചിങ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ ഫ്രീക്വൻസി നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പൾസ് വിട്ട് നമ്മൾ മുമ്പത്തേനേക്കാൾ ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എൻ്റെ പുതിയ ഔട്ട്പുട്ട്
ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി 300 വോൾട്ട്സ് ആണ് നമുക്ക് വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പൊ എങ്ങനെയാണ് കാൽക്കുലേഷൻ നോക്കാം. ഓക്കെ, അപ്പൊ V0 is equal to Vin by T minus T on ആണ്. V0 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. Vin എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ട് വോൾട്ടേജ്. T on എന്ന് പറയുന്നത് ടോട്ടൽ അല്ലെങ്കിൽ T on പൾസ് വിഡ്ത്ത് ആണ്, ഓൺ ടൈം പീരീഡ് ആണ്. T എന്ന് പറയുന്നത് ടോട്ടൽ ടൈം ആണ്. നമുക്ക് Vin തന്നിട്ടുണ്ട്, T on തന്നിട്ടുണ്ട്, V0 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V0 by Vin അല്ലെ, ഈ ഒരു ഇക്വേഷൻ Vin ഡിവൈഡ് വന്നാൽ V0 by Vin is equal to T by T on ആണ്. അപ്പൊ V0 by Vin എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്? V0 എന്ന് പറയുന്നത് 600 ആണ്, ഇവിടെ 200 ആണ്. 600 by 200 എന്ന് പറയുമ്പോൾ എനിക്ക് 3 വരും. That is equal to T divided by T minus 200 ആണ് നമുക്ക് മൈക്രോയിലാണ് തന്നിരിക്കുന്നത്. So 3T minus 600 is equal to T. അപ്പൊ T നമുക്ക് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ 300 മൈക്രോ സെക്കൻഡ്സ് വരും. അതായത് ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 300 മൈക്രോ സെക്കൻഡ്സ് ആണ്. ഇപ്പൊ പൾസ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ന്യൂ പൾസ് വിഡ്ത്ത് ഓൺ ടൈം എന്ന് പറയുന്നത് എത്രയായിരിക്കും? T on എന്ന് പറയുന്നത് അല്ലെങ്കിൽ T on dash is equal to T on by 2, that is 200 by 2 ആണ്. അപ്പൊ ഓൺ ടൈം ആണ് നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഹാഫ് ആക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പുതിയ ഔട്ട്പുട്ട് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാം. V0 dash is equal to Vin into T minus T by T on dash ആണ്. That is 200 into 300 minus 100 is equal to 300 volts. Okay. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. In power electronics, for series and parallel connection of thyristors, reliability of the series and parallel string is measured by D rating factor, which can be expressed as. Okay, അപ്പോൾ ഒരു സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും നമ്മൾ തൈറിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു സീരീസ് പാരലൽ സ്ട്രിങ്ങിന്റെ ആ ഒരു റിലയബിലിറ്റി മെഷർ ചെയ്യുന്നത് ഡി റേറ്റിംഗ് ഫാക്ടർ എന്നുള്ള ഒരു ടേം യൂസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് DRF ആണ്. അപ്പൊ അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ DRF is equal to ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. DRF, that is D rating factor, is equal to 1 minus string efficiency. ഇതാണ് നമുക്ക് DRF എക്സ്പ്രസ് ചെയ്യുന്നത്, DRF കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് 1 minus string efficiency. അപ്പൊ നമുക്ക് ആദ്യം string efficiency എന്താണെന്ന് നോക്കാം. ഓക്കെ, string efficiency of SCR എന്ന് പറഞ്ഞാൽ it is the degree of capacity utilization of individual SCR in a string of series or parallel connected SCRs. ഓക്കെ, ഒരു സീരീസ് ആയിട്ടോ അല്ലെങ്കിൽ പാരലൽ ആയിട്ടോ കണക്ട് ചെയ്തിരിക്കുന്ന SCRകളിൽ നിന്നും ഒരു ഇൻഡിവിജ്വൽ SCRന്റെ ആ ഒരു കപ്പാസിറ്റി ഓഫ് യൂട്ടിലൈസേഷൻ എത്രയാണോ അതിന്റെ ഒരു ഡിഗ്രി ഓഫ് കപ്പാസിറ്റി ഓഫ് യൂട്ടിലൈസേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? സ്ട്രിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രിംഗ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന സീരീസ് ആയിട്ടോ പാരലൽ ആയിട്ടോ കണക്ട് ചെയ്തിരിക്കുന്ന SCRകളിൽ നിന്നും ഒരു SCRന്റെ ഓരോ ഇൻഡിവിജ്വൽ SCRന്റെയും ആ ഒരു കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എത്രത്തോളമാണോ അതിനെയാണ് നമ്മൾ സ്ട്രിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ 1 ആണ്. So string efficiency is equal to V by V1 into N, that is I by I1 into N ആണ്. Okay, V എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വൽ വോൾട്ടേജ് ഓഫ് ദ ഹോൾ സ്ട്രിംഗ്. I എന്ന് പറയുന്നത് ആക്ച്വൽ കറന്റ് ഓഫ് ദ ഹോൾ സ്ട്രിംഗ് ആണ്. V1 എന്ന് പറയുന്നത് വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് 1 SCR, ഒരു SCRന്റെ കാര്യമാണ് V1 എന്ന് പറയുന്നത്. അതുപോലെ I1 എന്ന് പറയുന്നതും സിമിലർലി ഒരു SCRന്റെ കറന്റ് റേറ്റിംഗ് ആണ് പറയുന്നത്. Then N എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് SCR ഇൻ എ സ്ട്രിംഗ്. ഒരു SCRൽ എത്ര ഒരു സ്ട്രിംഗിൽ SCR എത്ര ഉണ്ടോ അതാണ് ടോട്ടൽ നമ്പർ ഓഫ് N എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ട്രിംഗ് എഫിഷ്യൻസി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. Then the next term എന്ന് പറയുന്നത് D rating factor, that is DFR of SCR ആണ്. D rating factor എന്ന് പറഞ്ഞാൽ എന്താണ്? amount by which string efficiency deviates from unity or 100. സ്ട്രിംഗ് എഫിഷ്യൻസി ഡീവിയേറ്റ് ചെയ്യുന്നത്, അതായത് യൂണിറ്റിയിൽ നിന്നോ 100%ൽ നിന്നോ ഡീവിയേറ്റ് ചെയ്യുന്നത് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടോ അതാണ് ഡി റേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് യൂണിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ 100%ൽ നിന്നും എത്രത്തോളം അമൗണ്ട് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടോ അതിനെയാണ് ഡി റേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. സോ DFR എന്നുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? 1 മൈനസ് സ്ട്രിംഗ് എഫിഷ്യൻസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ DFR is equal to 100% മൈനസ് പെർസെൻറ്റേജ് ഓഫ് സ്ട്രിംഗ് എഫിഷ്യൻസി ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു അൺയൂസ്ഡ് കപ്പാസിറ്റി അവൈലബിൾ, ഒരു സ്ട്രിംഗ് SCRൽ എത്രത്തോളം അൺയൂസ്ഡ് കപ്പാസിറ്റി അവൈലബിൾ ആണോ അതാണ് ഡി റേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ഇസ് എ മെഷർ ഓഫ് റിലയബിലിറ്റി സ്ട്രിംഗ് എന്ന് പറയാം നമുക്ക്, അല്ലെ? ഒരു റിലയബിലിറ്റി ഓഫ് സ്ട്രിംഗ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, the lesser the value of string efficiency, the lesser will be the voltage or current sharing by the individual SCR. ഇപ്പൊ സ്ട്രിംഗ് എഫിഷ്യൻസി കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഓരോ ഇൻഡിവിജ്വൽ SCRഉം ഷെയർ ചെയ്യുന്ന വോൾട്ടേജ് അതല്ലെങ്കിൽ കറന്റ് എന്ന് പറയുന്നത് വാല്യൂസ് റെഡ്യൂസ് ആകുക എന്നുള്ളതാണ് അർത്ഥം, അല്ലെ?
അതായത് ഒരുപാട് നമ്പർ ഓഫ് അൺയൂസ്ഡ് കപ്പാസിറ്റി വിൽ ബി അവൈലബിൾ ആണ്. ഒരു സ്ട്രിങ് നമുക്ക് കൂടുതൽ DFR ആണെന്ന് പറയുകയാണെങ്കിൽ ആ ഒരു സ്ട്രിങ്ങിൽ നമ്പർ ഓഫ് അൺയൂസ്ഡ് അവൈലബിലിറ്റി ഓഫ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ സ്ട്രിങ് എഫിഷ്യൻസി ലെസ്സർ ആകുമ്പോൾ നമുക്ക് എന്താകും? കോസ്റ്റ് ഓഫ് സ്ട്രിങ്ങും കൂടുന്നുണ്ട്. സോ നമുക്കൊരു കോംപ്രമൈസ് മെയ്ഡ് ബിറ്റ്വീൻ എക്കണോമി ആൻഡ് റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഒരു സ്ട്രിങ് എഫിഷ്യൻസി പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് എക്കണോമിക്കലിയും അതുപോലെ റിലയബിലിറ്റിയും എല്ലാം നോക്കിയിട്ട് നമുക്ക് ഒരു ബെറ്റർ എഫിഷ്യൻസി ആയിട്ട് കിട്ടാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് തൈറിസ്റ്റേഴ്സ്. കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്, അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കൂ. ഇറ്റ് കണ്ടക്ട്സ് when the forward biased and positive current flows through the gate. അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. നമുക്കൊരു ഫോർവേഡ് ബയാസിലും കണ്ടക്ട് ചെയ്യും, അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് കറന്റ് ഫ്ലോസ് ഗേറ്റിലൂടെ കറന്റ് ഫ്ലോ ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കണ്ടക്ഷൻ നടക്കുകയുള്ളൂ. It conducts when forward bias and negative current flows through gate. അത് നമുക്ക് പറ്റില്ല അല്ലെ. നെഗറ്റീവ് കറന്റ് ആണെങ്കിൽ കണ്ടക്ഷൻ നടക്കുന്നുണ്ടാവില്ല. It commutates when reverse biased and negative current flows through the gate. നമുക്കത് പറയാൻ പറ്റില്ല. റിവേഴ്സ് ബയാസിലും നെഗറ്റീവ് കറന്റ് ഫ്ലോ ആവുമ്പോഴാണോ കമ്മ്യൂട്ടേറ്റ് ചെയ്തത്? അല്ല. When it commutates when the gate current withdrawn ചെയ്യുമ്പോഴാണ് അത് കമ്മ്യൂട്ടേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സോ ഈ ഓപ്ഷൻസ് ഒക്കെ തെറ്റാണ്. നമുക്ക് ഓൺലി ഫസ്റ്റ് വൺ ഓപ്ഷൻ മാത്രമാണ് റൈറ്റ് ആൻസർ തന്നിരിക്കുന്നത് അല്ലെ. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓൺലി വൺ, അതായത് വൺ ഓൺലി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദാറ്റ് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നോക്കൂ, ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് സ്റ്റേബിൾ ഓപ്പറേറ്റിംഗ് റീജിയൻസ് ആണ് വരുന്നത്. ഒന്ന് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡും അതുപോലെ തന്നെ ഫോർവേഡ് കണ്ടക്ഷൻ മോഡും ആണ് വരുന്നത്. ഫോർവേഡ് കണ്ടക്ഷൻ മോഡ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ആണ്. ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറയുന്നത് ദിസ് ഈസ് ഫോർവേഡ് ലീക്കേജ് കറന്റ് ആണ്. ഓക്കെ, ഈ VBO എന്ന് പറയുന്നത് എന്താണ്? ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജും VBR എന്ന് പറയുന്നത് ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജും ആണ്. ഓക്കെ, IG എന്ന് പറയുന്നത് ഗേറ്റ് കറന്റ്. ഇതാണ് ഒരു VI ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ ഓപ്പറേറ്റിംഗ് മോഡുകൾ ഏതൊക്കെയാണ്? ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡാണ്. ഇവിടെ നമുക്ക് ആനോഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും ആയിരിക്കും. ഗേറ്റ് കറന്റ് സർക്യൂട്ട് ഓപ്പൺ ആയിരിക്കും. ബട്ട് ഔട്ടർ ജംഗ്ഷൻസ് ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. ഇന്നർ ജംഗ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. അപ്പൊ ഈ SCR എന്ന് പറയുന്നത് റിമൈൻസ് ഓഫ് സ്റ്റേറ്റിലായിരിക്കും ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് ആണെങ്കിലും. അതായത് നമുക്ക് 3 റീജിയൻ അല്ലേ വരുന്നത്, J1 J2 J3 എന്ന് പറയുന്നത്. അതിൽ J1 J2 J3 ആണെങ്കിലും J1 ഉം J2 ഉം ഫോർവേഡ് ആയിരിക്കും, ഇതെന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആയിരിക്കും. അപ്പൊ നമുക്ക് കണ്ടക്ഷൻ നടക്കില്ല. ഓക്കെ, ഫോർവേഡ് കണ്ടക്ഷനിൽ എങ്ങനെയായിരിക്കും? ആനോഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഫോർവേഡ് ബ്രേക്ക് ഓവറിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ 3 ജംഗ്ഷൻസ് നമുക്ക് എന്തായിരിക്കും? ഫോർവേഡ് ബയാസിൽ നമുക്ക് ആ ഒരു ഇതിലായിരിക്കും കണ്ടക്ഷൻ മോഡ് നടക്കുന്നത്. ഓക്കെ, റിവേഴ്സിൽ നമുക്ക് എങ്ങനെയെന്ന് പറയുമ്പോൾ കാഥോഡ് എന്ന് പറയുന്നത് ഹയർ പൊട്ടൻഷ്യൽ ആയിരിക്കും ആനോഡിനേക്കാൾ. അപ്പൊ ഔട്ടർ ജംഗ്ഷൻസ് രണ്ടും, ഈ പറയുന്ന ഔട്ടർ ജംഗ്ഷൻസ് രണ്ടും റിവേഴ്സ് ബയാസിലും ഈ സെന്റർ പോർഷൻ മാത്രമായിരിക്കും കണ്ടക്ഷൻ വരുന്നത്. സോ അവിടെ നമുക്ക് നോൺ കണ്ടക്ടിങ് ആണ്. അപ്പൊ ഓൺലി നമുക്ക് കണ്ടക്ഷൻ നടക്കുന്നത് ഫോർവേഡ് കണ്ടക്ഷനിൽ മാത്രമാണ് നമുക്ക് SCR കണ്ടക്ഷൻ നടക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. The SCR shown in figure has di/dt limit of 10 amperes per microseconds ആണ്. നമുക്ക് താഴെ തന്നിരിക്കുന്ന ആ ഒരു SCRന്റെ ആ ഒരു di/dt ലിമിറ്റ് എന്ന് പറയുന്നത് 10 ampere per microseconds ആണ്. It is operated from a 100 voltage supply. നമുക്ക് സപ്ലൈ എത്രയാണ്? 100 voltage ആണ്. With load resistance R is equal to 50 ohm. ഈ ഒരു 50 ohm ആണ് നമുക്ക് റെസിസ്റ്റൻസ് തന്നിരിക്കുന്നത്. What is the minimum value of load inductance? ഈ ഒരു ലോഡ് ഇൻഡക്റ്റൻസിന്റെ മിനിമം വാല്യൂ എത്രത്തോളം ആയിരിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് SCR പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് ആ ഒരു SCR നമുക്കിതൊരു di/dt പ്രൊട്ടക്ഷൻ ഉള്ള രീതിയിലുള്ളതാണ് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു SCR പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ മിനിമം വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. 10 മൈക്രോ ഹെൻറി ആണ് നമുക്ക് മിനിമം ആയിട്ട് SCRന് ഈ ഇൻഡക്റ്റൻസിന് വേണ്ട വാല്യൂ. അപ്പൊ കാൽക്കുലേഷൻ നോക്കൂ. RS നമുക്ക് 50 ohm തന്നിട്ടുണ്ട്. di/dt 10 ampere per microseconds തന്നിട്ടുണ്ട്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 100 വോൾട്ടേജ് തന്നിട്ടുണ്ട്. RL എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. RL is equal to load resistance, RL load resistance നമുക്ക് 50 ohm തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ I of t is equal to VS by R into 1 minus e to the power minus RT by L ആണ്. അപ്പൊ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. di/dt that is equal to VS by R into R by L into e to the power minus R by t. നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ്. അറ്റ് ടൈം t is equal to 0 എന്ന് പറയുമ്പോൾ നമുക്ക് di/dt എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ആയിരിക്കും. സോ VS by L വരും. സോ ഇതിൽ നിന്ന് നമുക്ക് L വാല്യൂ കണ്ടുപിടിച്ചാൽ VS by di/dt മാക്സിമം വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 100/10, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മൈക്രോ ഹെൻറി ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പവർ ഇലക്ട്രോണിക്സിന്റെ MCQ സെറ്റ് 9th നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ.
താങ്ക് യു.